ഇന്ന് പത്രവിശേഷങ്ങളുമായിട്ട് എനിക്കൊപ്പം ഉള്ളത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. പത്രവിശേഷങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നില്ല, കാരണം ധാരാളം വിശേഷങ്ങളുണ്ട്. ഈ വിശേഷങ്ങളൊക്കെ എവിടെയൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിൽ മാത്രമേ ആകാംക്ഷയുള്ളൂ. തീർച്ചയായും നമ്മൾ ഇന്ന് സേതു പറഞ്ഞതുപോലെ തന്നെ പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത PM ശ്രീയും അതിനുശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളുമാണ്. അതിനെ ഹെഡ്ലൈനുകൾ കൊണ്ട് പത്രങ്ങളെല്ലാം അതിഗംഭീരമായി തന്നെ ഇന്ന് പത്രങ്ങളിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ ഹെഡ്ലൈൻ പഞ്ചായത്തായി എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, CPIയുമായി പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയ്ക്ക് അത് പഞ്ചായത്തായി എന്ന് പറയുന്ന പോലെ പ്രശ്നം പറഞ്ഞ് പഞ്ചായത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിൻ്റെ കൂടെയുള്ള പ്രഖ്യാപനം എന്ന നിലക്കാണ് ഈ പഞ്ചായത്തായി എന്നുള്ള ഹെഡ്ലൈൻ വെച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരി കൊളുത്തും മുന്നേ സർക്കാരിൻ്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. PM ശ്രീ മരവിപ്പിച്ചു, ഇടതു മുന്നണിയിലെ കലഹം കത്തിത്തീർന്നു എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഒരു ഗഡു DA നൽകാൻ 4% നൽകും. ആശമാർക്ക് 1000 രൂപ കൂട്ടി. പുതിയ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ വേണ്ടത് 10,000 കോടി രൂപയാണ്. വിദ്യാർത്ഥികൾക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് അത്തരത്തിൽ വാർത്ത അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനോരമ പത്രത്തിലേക്ക് വന്നാൽ മനോരമ പത്രം അത് 2 സ്ഥലങ്ങളിലായി അത് കൊടുത്തിട്ടുണ്ട്. അത് തുടക്കത്തിൽ ഉള്ളത് 1-ാം പേജിലെ ആദ്യം മുകൾ ഭാഗത്തുള്ളത് PM ശ്രീ CPIയോട് അടിയറവ് പറഞ്ഞ് CPM എന്നുള്ളത് അത് ക്ഷീണമായി എന്നുള്ളതാണ്. അതിന് തൊട്ട് താഴെ ക്ഷേമമാകാം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2ആയിട്ട് ആണ് മലയാള മനോരമയിൽ ആ വാർത്ത ഇന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മാധ്യമത്തിലേക്ക് വന്നാൽ CPIക്ക് ആശ്വാസ ഗഡു എന്നുള്ളതാണ്. വോട്ടിന് CM ശ്രീ എന്നുള്ളതാണ് മാധ്യമം പത്രത്തിലുള്ളത്. ഡുംഡും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. PM ശ്രീയേക്കാൾ വലിയ വാർത്ത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു മുന്നണിയും ഒരു സർക്കാരും ഒരു പാർട്ടിയും ഏത് തരത്തിലാണ് അതിനെ മറികടന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഹെഡ്ലൈനുകളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ നീക്കം നടത്തുന്നതെന്ന് കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. ആ തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുവരെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയിൽ ഒരു സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു നമുക്ക് കണ്ടാൽ മനസ്സ് നിറയുന്നൊരു വാർത്തയുണ്ട്. അത് ആകാശത്ത് രക്ഷകരായി മലയാളി മാലാഖമാർ എന്നുള്ളതാണ്. വിമാനത്തിൽ ഹൃദയാഘാതം വന്നയാൾക്ക് CPR നൽകി നഴ്സുമാർ. രക്ഷകരായത് അബുദാബിയിൽ ജോലി ലഭിച്ചുള്ള ആദ്യ യാത്രയിലെന്നാണ്. അഭിജിത്തും അജീഷ് എന്നീ 2 ആളുകളാണ്, 2 നഴ്സുമാരാണ്, മെയിൽ നഴ്സുമാരാണ് രക്ഷകരായത് എന്നുള്ള വാർത്ത കൊടുത്തിരിക്കുന്നു. സുപ്രഭാതത്തിൽ ഒരു വാർത്ത കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഫോൺ വിളിക്കുന്നവരുടെ പേര് സ്ക്രീനിൽ തെളിയും. കോളർ ID സംവിധാനത്തിന് ട്രായ് അംഗീകാരം നൽകി എന്നുള്ളതാണ്. ഫോൺ വിളിക്കുന്ന വ്യക്തിയുടെ പേര് സ്വീകർത്താവിൻ്റെ ഫോണിൽ തെളിയുന്ന കോളർ ID സംവിധാനത്തിന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് അംഗീകാരം നൽകി എന്നുള്ള വാർത്തയാണ് അത്. അത്രയും വാർത്തകളാണ് നമ്മൾ ഓടിച്ച് കണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ. ഏറ്റവും പ്രധാനമായി തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വാർത്താ പകൽ മുഴുവൻ ഉണ്ടായിരുന്ന വാർത്ത പൂർണ്ണമായി മാറി മറ്റൊരു തരത്തിലേക്ക് വാർത്തയെ മാറ്റിയൊരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത്. ഇനി സേതുവിലേക്ക്.